പരിഷ്കാരം കൂടുന്നുണ്ട് കേട്ടോ. പരിഷ്കാരമല്ല, ടെസ്റ്റിംഗ് എല്ലാം എന്നിൽ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യാം, എന്നാലും എനിക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അടുത്തത് ഇത് ലാസ്റ്റ് പറയാ, എല്ലാരും ചിരിക്കും. ഓക്കെ, അതിനാണോ അപ്പുറത്തെ മതിലൊക്കെ ചാടുന്നത്? പക്ഷെ എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ആരോ ഗ്യാസ് വിടുന്ന സ്മെല്ല് വരുന്നത്. അത് നീ തന്നെയാ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഈവനിങ് ആയി. ഇന്ന് പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു വ്ളോഗാണ്. കാരണം ഞാനിപ്പം ഒരു മാസത്തോളം നാട്ടിലില്ലായിരുന്നല്ലോ. വന്നപ്പോഴേക്കും അമ്മയുടെ ഫിറ്റ്നസ് ലെവല് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. അത് വെയിറ്റും കുറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു സ്കിൻ ക്വാളിറ്റി എല്ലാം ഒരു ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഈ ഒരു സംഭവം, ഒരു നമ്മുടെ ഈ മാജിക് പോർഷനൊക്കെ ഇല്ല, അതുപോലെ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന കാണാം. ഇപ്പം പറഞ്ഞാൽ അമ്മ നമുക്ക് അതിൻ്റെ ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനത് ഷട്ടിലൊക്കെ കളിച്ച് എക്സസൈസൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അമ്മ പള്ളിയിൽ പോയിട്ട് തിരിച്ചിപ്പോൾ എത്തിയിട്ട് അമ്മ പറഞ്ഞ് അമ്മ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. സോ രണ്ട് സാധനമാണ് മെയിനായിട്ട്. അമ്മ എനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഡിന്നറിൻ്റെ ഒരു ഫുഡുമാണ് സംഭവം. ഡിന്നറിൻ്റെ ഒരു ടൈപ്പ് ദോശയാണ്, പക്ഷേ വേറെ എന്തൊക്കെയോ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. സോ അമ്മയുടെ ഹെൽത്തിൻ്റെ സീക്രട്ട്, ടച്ച് വുഡ്, അമ്മയുടെ സ്കിൻ ക്വാളിറ്റി ആണെങ്കിലും അമ്മയുടെ ഹെൽത്തിൻ്റെ ആണെങ്കിലും ഇത്രയും ഏജ് ആയിട്ടും 60-65+ ആയിട്ടും ഇത്രയും അമ്മയ്ക്ക് ദിവസമായിട്ട് ഇരിക്കാൻ പറ്റണമെങ്കിൽ അമ്മയുടെ ഡയറ്റ് കൺട്രോളാണ്. സോ എന്താ അമ്മയുടെ ഫുഡ് ഞാൻ കാണിച്ചു തരാം. അതിനുമുമ്പ് ഇവിടെ ഞങ്ങളുടെ പ്ലേ ടൈമാണ് ഈവനിങ്ങിൽ. ജിംബയും വേദുവിൻ്റെ ഇവരുടെ ഒരു വ്ളോഗ് ഞാൻ ചെയ്യണം. വേദുവാണ് ഇപ്പോൾ ജിംബയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ബോളെവിടെ? ഞങ്ങളുടെ പ്ലേ ടൈമാണ്. എടുക്ക് ബോള്. എന്നിട്ട് വാ, അമ്മൂമ്മയുടെ കുക്കിംഗ് കാണണം. വാ, അമ്മൂമ്മ എന്തോ സ്പെഷ്യൽ കുക്ക് ചെയ്യാം. അതേ ബോള് താഴെ വെച്ചു. എങ്ങനെ? ഇതേ പോയി ബോള്. എടുക്ക്. ഹലോ, ഞാൻ കുറേയൊക്കെ പൊക്കി പറഞ്ഞിട്ടുണ്ട് കേട്ടാ. വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാവും. നല്ല കാര്യങ്ങളാ. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഒരു മനുഷ്യന് ഏറ്റവും പാടുള്ളത് ഇന്നത്തെ കാലത്ത് ഫുഡിൽ കൺട്രോളാണ്. അല്ല, തോന്നില്ലേ? എക്സസൈസ് ഒക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യം ചെയ്യാമല്ലോ, സ്പോർട്സോ ഡാൻസോ. ഫുഡ് കൺട്രോൾ ചെയ്തെങ്കിൽ ഒരു കാര്യമില്ല. അത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഈ 18 വർഷത്തെ ജിമ്മിൽ നിന്നും മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നത് അമ്മയ്ക്ക് അതിൽ നമ്പർ 1 ആണ്. പക്ഷേ അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന ഞാൻ കണ്ട്. അതെന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. സോ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വ്ളോഗ്. ഫുഡിൽ എത്ര വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം, പക്ഷെ ഒരു വീക്ക്നെസ് ഉണ്ട്. എന്താ? പെപ്സി. അത് ഭയങ്കര, ഒന്നും കഴിക്കാത്ത ഫുൾ ഡേ പെപ്സിയിൽ നിൽക്കും. ഭയങ്കര ബാഡ് ഹാബിറ്റ് ആണ്. ഭയങ്കര ബാഡാണ്, ഹെൽത്തി അല്ല എന്ന് അറിയാം, അറിഞ്ഞുകൊണ്ട് പക്ഷെ അത് അഡിക്റ്റഡ് ആയിപ്പോയി. അതെ, കൊക്കക്കോള പെപ്സി കുടിക്കല് കുറയ്ക്കാൻ നോക്കുക. അല്ല, ഞാൻ പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യും. അല്ല, സംഗതി കേടാണ്, അത് കിഡ്നിനെയും എല്ലാത്തിനെയും ബാധിക്കുന്നൊക്കെ നല്ല പോലെ അറിയാം. പക്ഷേ അങ്ങനെ ആയിപ്പോയി. അതെ, പക്ഷെ ബാക്കി ഫുഡ് എല്ലാം എനിക്ക് വേണമെങ്കിലും എനിക്ക് പറ്റും. വേറെ ഷുഗർ ഒക്കെ കട്ട് ചെയ്യും, ഫ്രൈഡ് ഫുഡ് കഴിക്കില്ല, എല്ലാം ചെയ്യാം. പക്ഷെ ഇതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ അമ്മയുടെ മറ്റേ ആ ഒരു ഫുഡിന്റെ സീക്രട്ട് പറ. 2 സാധനങ്ങളല്ലേ അമ്മ കൂടുതൽ. ഞാൻ രാവിലെ, പിന്നെ അമ്മ രാത്രി ദോശ പോലത്തെ എന്തോ ഉണ്ടാക്കി കേക്ക്. രാത്രിയോ ഉച്ചയ്ക്ക്, രാത്രി കഴിയുന്നതും കഴിക്കില്ല, ഉച്ചയ്ക്ക്. അപ്പൊ അത് രണ്ടിന്റെ ഒന്ന് കാണിച്ച. ആദ്യമേ രാവിലത്തെ. എന്താ ഇത്? ഇപ്പൊ എല്ലാരും പറയും പ്ലാസ്റ്റിക്കിൽ സാധനം ഇടരുത്. അതൊക്കെ ഞാൻ അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ ആരും ഇടണ്ട, പക്ഷെ ഞാൻ ഇതൊക്കെ ഇടുള്ളൂ. കാരണം എങ്ങാനും കൈ വീണ് പൊട്ടി എന്റെ എല്ലാം പോകും. അതെ, അപ്പൊ എന്തൊക്കെയാണ് ഞാൻ പ്ലാസ്റ്റിക്കിലിടും. ഓക്കെ, എല്ലാരും ചിരിക്കും ഞാനിത് പറയുന്നോണ്ട്. കുഴപ്പമില്ല, ആവട്ടെ. എനിക്കും അറിയില്ല കേട്ടോ എന്താ ഇതെന്ന്, സത്യമായിട്ടും അറിയില്ല. ഫസ്റ്റ് അത് ഓക്കെ. ഓട്സ്. മറ്റു സാധാ ഓട്സ് ആയിരുന്നു ഞാൻ കഴിച്ചോണ്ടിരുന്നേ. ഇപ്പൊ റോൾഡ് ഓട്സ് ഒക്കെ ആക്കിയോ? പിന്നെന്ത് വിചാരിച്ചു നീ? അത് ഇപ്പഴാട്ടോ ഫസ്റ്റ് ബോട്ടിലായിരുന്നു. ഇത്രയും വർഷം ഞാൻ മറ്റു സാധാരണ ഓട്സ്. പരിഷ്കാരം കൂടുന്നുണ്ട് കേട്ടോ. പരിഷ്കാരമല്ല, ടെസ്റ്റിംഗ് എല്ലാം എന്നിൽ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യാം, എന്നാലും എനിക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നീ എന്നെ പരിഷ്കാരി ഒന്നും വിളിക്കണ്ട. അപ്പൊ ഇതെല്ലാം ചീശയുള്ളൂ കേട്ടാ. കാണാമോ? ഇത് ഒരു നേരത്തേക്ക് അമ്മ ഇപ്പഴും അങ്ങനെ ഉണ്ടാക്കുന്നല്ലേ? ഒരു ദിവസം ഒരു നേരം. ഇത് 1 സ്പൂൺ ഇടുള്ളൂ. പിന്നെ ഇത് ഡ്രൈ ഫ്രൂട്ട്സ്, അല്ല സോറി, ഡ്രൈ സീഡ്സ്. അതായത് കാഷ്നട്ട്, ബദാം, വാൾനട്ട്.
എന്താ ഇത്? ഇത് മൂന്നും കൂടെ പൊടിച്ച് ഇങ്ങനെ വെച്ചേക്കും. വെറുതെ അല്ല ബാങ്ക് അക്കൗണ്ട് കാലിയാവുന്നത്. ആരുടെ? എന്റെ. ഞാൻ എന്റെ കാശ് വെച്ച് ജീവിക്കും. അതങ്ങനെ വേണം. അയ്യടാ, അങ്ങനെ നീ സൂഹിക്കണ്ട. ഓക്കെ, ഇത് ഡ്രൈ സീഡ്സ് ഇതെല്ലാം വെച്ചിട്ടുള്ളത്. ഓക്കെ, അത് ഇത് അമ്മ തന്നെ വാങ്ങി പൊടിക്കുവാണോ? പിന്നെ വേറെ ആരെയും വാങ്ങാൻ നീ വാങ്ങിച്ചു തരുമോ? അമ്മ പൊടിയായിട്ട് കിട്ടും ഇതൊക്കെ? എനിക്ക് വേണ്ട, എനിക്ക് ഞാൻ തന്നെ ചെയ്യണം. ഓക്കെ ഓക്കെ, ഇത് അത് മൂന്നും കൂടെ പൊടിച്ചത് വച്ചിട്ട് കുറെ ഉണ്ടായിരുന്നു, തീർന്നിരുന്നു ഇത്രയായി. അതും 1 സ്പൂൺ, എല്ലാം 1 സ്പൂണുള്ളൂ. അടുത്തത് ഇത് ലാസ്റ്റ് പറയാ, എല്ലാരും ചിരിക്കും. ഓക്കെ, ഇത് ചിയാ സീഡ്. അതും ഇതേപോലെ പൊടിച്ചു വെച്ചിരിക്കുകയാണ്. അതും 1 സ്പൂൺ. ഇതൊക്കെ ഞങ്ങള് കഴിക്കുന്ന കണ്ടിട്ടാണ് അമ്മ ഇതൊക്കെ കോപ്പി ചെയ്യാൻ തുടങ്ങിയത്. ഇതൊക്കെ ഞങ്ങൾ പണ്ടേ കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നിന്റെയും പേരറിയില്ലായിരുന്നു. നീ പറഞ്ഞു തന്നിട്ടുണ്ടോ? പിന്നെ ഞാൻ എല്ലാ അമ്മയ്ക്ക് വാങ്ങി തരാറില്ലേ, കൊളാജൻ എല്ലാം ഞാൻ പറയാറില്ലേ, വൈറ്റമിൻസ്, കൊളാജൻ. കഴിക്കുന്ന എന്താണെന്നറിയാം, നീ ഇന്നവരെ വാങ്ങിച്ചു തന്നിട്ടില്ല. ഞാൻ കഴിക്കുന്ന മറ്റേ ചിക്കന്റെ ലെഗ് തിളപ്പിച്ച് അത് സൂപ്പാക്കി കുടിക്കും. ഞാൻ തന്നെ കണ്ടുപിടിച്ചത്. അമ്പടാ, നീ വലിയ ആളെന്ന് കണ്ട. ഓക്കെ, ഇനി അടുത്തത് ഫ്ലാക്സ് സീഡ്സ്. അതും പൊടിച്ചതാ. ഇതൊന്നും ചൂടാക്കിയിട്ടൊന്നല്ല, ഞാൻ ഇതെല്ലാം വെയിലത്ത് വെച്ച് ഉണക്കും. ആ ചൂടിൽ അപ്പൊ ഇത് കുറെ നാൾ ഇരിക്കും, പൂപ്പലൊന്നും വരില്ല. പിന്നെ ഇത് മില്ലറ്റ്സ് എല്ലാം കൂടെ കിട്ടും ഇങ്ങനെ. അത് എല്ലാം അങ്ങനെ മിക്സ് ആയിട്ട് വാങ്ങുന്നതാ. മില്ലറ്റ്സ് എന്ന് പറഞ്ഞ ചെറു ധാന്യങ്ങൾ. അത് അങ്ങനെ നിങ്ങൾ മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അങ്ങനെ മിക്സഡ് ഇതെല്ലാം ഉണ്ട്, കുറെ എന്തൊക്കെയോ ഉണ്ട്. ഓക്കെ, അത് 1 സ്പൂൺ. ഇതാണ് കറിവേപ്പില. കഴുകി ഉണക്കി 3-4 ദിവസം ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് അത് കറിവേപ്പില. അതും 1 സ്പൂൺ. ഇത് അമ്മ സെയിം തന്നെ അതോ കടയിൽ നിന്ന് പൊടിച്ചത് തന്നെ? ഞാൻ കരിവേപ്പില നല്ല ഫ്രഷ് വീടുകളിലുള്ളത് വാങ്ങും, ഞാൻ കടയിൽ നിന്ന് വാങ്ങില്ല. അത് കുറെ വാങ്ങിച്ച്. അതിനാണോ അപ്പുറത്തെ മതിലൊക്കെ ചാടുന്നത്? എടാ കൊരങ്ങാ, കൊല്ലി. ഞാൻ ഇവിടെ ഇവിടെ ഉണ്ടോ നമ്മുടെ ഏരിയയിൽ കരിവേപ്പില? അപ്പുറത്തെ വീട്ടിലില്ല. ഞാൻ പറയുന്നില്ല ഇപ്പൊ ഒന്നും. ഇവനെ വിശ്വസിക്കരുത് നിങ്ങളോട്ട്. ഇവൻ എന്നെ എപ്പോഴും ചതിക്കും, കളിയാക്കും, തല്ലിപ്പൊളി തന്നെ അവൻ. എന്നിട്ട് ഇത് ഇത്ര ഒഴിച്ചേ, ഇനി ഇതിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളം. ഇത്തിരി 1/2 ഗ്ലാസ്. ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് ആ പച്ച ചുവ മാറാൻ വേണ്ടി. ഇതിപ്പോ എല്ലാം കൂടെ ഇങ്ങനെ കുറുക്ക് പോലെ ഇരിക്കും. എന്നിട്ട് ഇതില് എനിക്ക് പാല് പൊതുവെ ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പിന്നെ ഇതിൽ പാലില്ലെങ്കിൽ ഒട്ടും കൊള്ളില്ല. 1/2 കപ്പ്. അത്രേ ഉള്ളൂ. അല്ല, ഇത് കഴിഞ്ഞ് ഇതിൽ മധുരം വേണ്ട, ഇത് അങ്ങനെ കുടിക്കും. അപ്പൊ അതിന് ശർക്കരപ്പാവ് കാച്ചി വെച്ചിരിക്കുകയാണ് ഞാൻ, വാങ്ങിച്ച അരിച്ചു ഉരുക്കി കട്ടിയായിട്ട്. അത് ആവശ്യത്തിന് മധുരം അനുസരിച്ച്. അപ്പൊ ഇതിൽ ഇല്ലാത്തൊന്നുമില്ല, പ്രോട്ടീൻ, വൈറ്റമിൻസ്, അയേൺ, മിനറൽസ് എല്ലാം ഉണ്ട്. ഇല്ല ഒറ്റപ്പൊന്തിയല്ലോ. ദോശ, ഇഡ്ഡലി, ദോശക്ക് ചമ്മന്തി, ഇഡ്ഡലിക്ക് ചമ്മന്തി, പുട്ടിന് കടലക്കറി. തിളപ്പിക്കുന്നൊന്നുമില്ല ഇത്? ഇങ്ങനെ ഇട്ട് കുടിക്കുവോ? ഇങ്ങനെ തന്നെ വച്ചേക്കും. രാവിലെ എഴുന്നേറ്റ് ഫുൾ ഗ്ലാസ് കുടിക്കുന്നതാണല്ലോ രാവിലെ. അത് ഞാൻ കുറെ കൂടെ വെള്ളമൊക്കെ ഒഴി, എനിക്ക് പാല് വേണ്ടാത്ത കാരണം. ഇതിപ്പോ ഞാൻ ഇവർക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കട്ടെ. ഇതെങ്ങനെ കുടിക്കും? സൂപ്പറാ, ടേസ്റ്റാ? ഒരു ടേസ്റ്റ് ചൊവയൊന്നുമില്ല. നമ്മൾ ആ മധുരം കൂടെ ഉള്ള കാരണം നമ്മൾ ഓട്സ് കുടിക്കുന്ന പോലെ തന്നെ. ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ 1/4 കപ്പ് കാണും. ഇന്നിപ്പോ ഞാൻ കുറച്ച് ഇതെല്ലാം പാലും ഇച്ചിരി ഒഴിച്ചുള്ളൂ. എന്നിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇതല്ല. ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോ 11 മണിക്ക്. 11 ഇത് കുടിക്കുന്നത് 10 മണിക്കാണല്ലോ.
ദിലു അമ്മ സത്യം ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. വീഡിയോ എടുക്ക, അത് തന്നെ എടുക്കണം. അമ്പട മോനെ 7 എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു കോഴിയുണ്ട്, ആ കോഴി 7 മണിക്ക് അതൊക്കെ ഉണ്ട്, നീ അറിയേണ്ട ആവശ്യമില്ല. മറ്റേ ക്ലോക്ക് ആ കോഴി അപ്പൊ കറക്റ്റ് 7-ന്. കാരണം ഞാൻ 6 മണിക്ക് 5 മണിക്ക് എഴുന്നേക്കാം, പക്ഷെ എഴുന്നേറ്റ എനിക്ക് ജോലിയില്ല, ഭയങ്കര ബോറിങ്. എന്ത് ചെയ്യുന്നു? അപ്പോൾ ഒരു 7 മണിക്ക് എഴുന്നേറ്റ് പതുക്കെ ഇങ്ങനെ നിന്നിട്ട് രാവിലത്തെ ഒരു കട്ടൻ കാപ്പിയാണ്. അത് ഇത്ര ചെറിയൊരു കപ്പ. ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന കോഫി പൗഡർ ടേസ്റ്റ് ചെയ്ത് നോക്കിയാ? നീ എന്താ ഒരു നെസ്കഫേയുടെ മറ്റേ സ്ട്രോങ് അങ്ങനെയുണ്ട്. അതും ഞാൻ പാല് ചേർക്കില്ലല്ലോ, വെള്ളത്തിലെ കലക്കുന്നത്. കാരണം എനിക്ക് പാല് പൊതുവെ ഇഷ്ടമല്ലാത്തതാണ്. അതൊക്കെ കഴിച്ചു ഞാൻ, ഒന്നും കളയില്ല, കരിപ്പിളയും പോലും ഞാൻ കളയില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് എനിക്ക്. ഇതിന് ഒരു കപ്പ് കട്ടൻ കാപ്പി. അത് രാവിലത്തെ കാപ്പി അതാണ്. പിന്നെ ഒരു അങ്ങനെ കറങ്ങി അടിച്ചിട്ടൊക്കെ വന്നിട്ട് ഒരു ബുൾസൈ, ഒറ്റ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കഴിക്കും. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങി വന്ന് ഒരു 10-10:30 ആവുമ്പോ ഒരു പെപ്സി അത് കുടിച്ചാൽ പിന്നെ എനിക്ക് ഫുൾ 24 hours പയറ് പോലെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇത് കുടിക്കുന്ന 11-12 അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയ ആ സമയത്ത് കുടിക്കും. ഇനി ആ സമയത്ത് എനിക്ക് കുടിക്കാൻ വേണ്ട എന്തെങ്കിലും വേറെ ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നിയാൽ ഇത് ഞാൻ ഒരു 7-8 മണിക്കത്തെ ഫുഡാകും വൈകുന്നേരത്തെ. അപ്പൊ ഇത് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കും, മറ്റത് കഴിക്കും. ഇനി മറ്റേ ലഞ്ചിന്റെ സാധനം കാണിക്കും. ഇതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഒരു സീക്രട്ട് ഹെൽത്തി ഡ്രിങ്ക്. ഇത് കഴിച്ചാലുണ്ടല്ലോ ശരിക്കും എല്ലാവർക്കും ഇതിലെല്ലാ സാധനവും ഉണ്ട്. ആവശ്യത്തിന് മധുരമുണ്ട്. ശർക്കര ഞാൻ ഇടുന്നത് എനിക്ക് ഷുഗർ ഒന്നും ഉണ്ടായിട്ടല്ല, എന്തിനാ അത്രയും കുറച്ച് പഞ്ചസാര. ശർക്കരയിൽ അയൺ നല്ല റിച്ചാ. അപ്പൊ പഞ്ചസാരയുടെയും ഇതൊന്നും നോക്കിക്കഴിഞ്ഞാൽ കാലറീസ് ഒക്കെ ഒന്നാ, പക്ഷെ ഇതില് അയൺ ഒക്കെ നല്ല കൂടുതലായിട്ട് കയറും. ആൻഡ് ലേഡീസ് അയൺ ഭയങ്കര, എസ്പെഷ്യലി ഈ 80 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അയൺ ഭയങ്കര ഇമ്പോർട്ടന്റ്. നിങ്ങൾ പറയും എനിക്ക് എത്ര വയസ്സുണ്ട് കണക്കൂട്ട്. ഈ ഇവന്റെ മുമ്പിൽ പറയണം കേട്ടാ, എല്ലാരും കമന്റിൽ ഇടണം കേട്ടാ. ഇനി അടുത്തത്. അപ്പൊ ഇത് കഴിഞ്ഞ് എന്റെ എക്സലന്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നിങ്ങളൊക്കെ കൂടെ ട്രൈ ചെയ്യുക. ഓരോരുത്തരും എസ്പെഷ്യലി ആരും ട്രൈ ചെയ്യില്ല, അതാണ് നിങ്ങളുടെയൊക്കെ കുഴപ്പം. എസ്പെഷ്യലി ഒരു 40+ കഴിഞ്ഞാൽ ഇത് വളരെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. അപ്പൊ നമുക്ക് ഹെവി ആയിട്ട് വയറ്റിൽ കിടന്നോളും ചെയ്യും, അങ്ങനെ വിശക്കുമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഡോണ്ട് ലീവ് ടു ഈറ്റ്, ഈറ്റ് ടു. അതൊക്കെ അമ്മയ്ക്ക് ഈ 80 വയസ്സിന് ശേഷം പറ്റുള്ളൂ. മുൻപ് അമ്മ കുവൈറ്റില് ബിരിയാണിയും KFC-യും മറ്റേ ഷോർമയൊക്കെ അടിച്ചു കയറ്റുമായിരുന്നല്ലോ. പിന്നെ അങ്കിൾ ബണ്ണ പോലെയായിരുന്നു അമ്മ ഇരുന്ന്. ഫോട്ടോ എടുത്തു അടിച്ചു തരാം. ഞാൻ കുവൈറ്റിൽ വെച്ച് എന്റെ ഏറ്റവും ഇതൊന്നുമില്ല, ഫുഡേ ഇല്ല എനിക്ക്. മെയിൻ 24 hours പെപ്സി ആയിരുന്നു. അതായിരുന്നു എന്റെ ഏറ്റവും ഒരു വീക്കസ്റ്റ് പോയിന്റും. എനിക്ക് ഇഷ്ടമുള്ളത് അതായിരുന്നു. ഫുഡ് എന്ന് പറയുന്നത് വല്ല വീക്കെൻഡ്സിന് ഫ്രൈഡേ ഒക്കെ അവിടെ ഹോളിഡേ അല്ലേ, അപ്പൊ വല്ലൊക്കെ ഉണ്ടാക്കും വീട്ടിലെ ബിരിയാണി. അപ്പൊ അത് കഴിക്കാതെ പിന്നെ കളയാൻ പറ്റൂലല്ലോ. ചെമ്മീന് എല്ലാം കഴിക്കും. അതൊക്കെ വീക്കെൻഡ്സിന്, അല്ലാണ്ട് ഡെയിലി എനിക്ക് ഒന്നും ഉണ്ടില്ലല്ലോ. ഇന്ന് രാത്രി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ആ പണിയെ എനിക്ക് അന്നും ഇല്ല ഇന്നും ഇല്ല, ഇന്ന് ഒട്ടുമില്ല ഇൻട്രസ്റ്റഡ്. ഞാൻ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഇനിയിപ്പോ ലഞ്ചിന്റെ സമയത്ത് അഥവാ എനിക്ക് ഓട്സ് വേണ്ട, ഒരു 12 മണിയാകുമ്പോ വേണ്ട, ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് തോന്നിയ അടുത്ത ഫുഡ് ഇതാണ്. ഇതെന്താന്ന് വെച്ചാൽ ഇത് മുതിര. ഞാൻ ഇതെല്ലാം സാമ്പിളിന് വേണ്ടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ, അളവൊക്കെ ഞാൻ പറയാം. പിന്നെ ഇത് ചെറുപരിപ്പ്, ഇത് ഉഴുന്നുപരിപ്പ്, ഇത് കടലപ്പരിപ്പ്, അല്ലെങ്കിൽ വട പരിപ്പോടൊക്കെ ഉണ്ടാക്കില്ല ആ പരിപ്പ്. പിന്നെ ഇത് തൊമരപ്പരിപ്പ്. സാമ്പാറിനൊക്കെ വയ്ക്കും, സാമ്പാർ പരിപ്പ് എന്ന് പറയും, തുവരപ്പരിപ്പ് എന്ന് പറയും. ഇത് പീസ് പരിപ്പ്. ഇതും വെച്ച് നമ്മൾ പരിപ്പോടെ ഉണ്ടാക്കും. അപ്പൊ ഇത് ആദ്യം ആൾക്കാർ ചോദിക്കുന്നത് എന്തായിരിക്കും, അതും കൂടെ പറഞ്ഞു എന്നിട്ട് ഞാൻ പറയാം. ഇത് പച്ചരി. ആദ്യം ആൾക്കാർ ചോദിക്കുന്നത് ഇത്രയും പരിപ്പ് കഴിച്ച ഗ്യാസ് കയറില്ലെന്ന്. ഇല്ല, അതന്നെ വഴി വരുന്നുണ്ട് പുറകെ. ഇതിന്റെ അളവ് ഞാൻ എടുത്തത് ഈ കൊച്ചു കപ്പ്, കാരണം ഇവിടെ ആരും കഴിക്കില്ല. നീയും കഴിക്കില്ല, പ്രിയം കഴിക്കില്ല. പിന്നെ ഞാനും അവള് ജോലിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സെർവന്റിന്. അവള് എത്ര ദോശ വേണമെങ്കിലും ഇത് ചുട്ട് കഴിച്ചോളൂ. പക്ഷെ ഞാൻ അവളും കഴിക്കും, ഞാൻ ഒരെണ്ണം കഴിക്കും, അവള് ചിലപ്പോൾ 2 എണ്ണം കഴിക്കും. അപ്പൊ ഇതാണ് എന്റെ അളവ്. ഇതെല്ലാം പറഞ്ഞതെല്ലാം എനിക്ക് ഒരാൾക്കായത് കാരണം അത് തന്നെ 3 ദിവസത്തേക്ക് കാണും.
ഈ അളവിന് എടുത്താൽ. ഇതിലും കുറച്ച് സ്പൂൺ ഇല്ല, അതാണ് ഞാൻ ഇത് എടുത്തത്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ചിലപ്പോ 2-3 പേരൊക്കെ വീട്ടിൽ കാണുമല്ലോ, കഴിക്കുന്നവരൊക്കെ കാണുമല്ലോ. അപ്പൊ ഇതിനെ ഈ പറഞ്ഞതെല്ലാം ഇതിനെ ഓരോ സ്പൂൺ വെച്ച് എടുക്കുക. ഞാൻ എടുത്തത് ഓക്കെ. ആ സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു 25 grams to 30 grams സ്പൂൺ ആണ് ഇത്. എന്റെ പ്രോട്ടീൻ പൗഡറിൽ 30 grams ഒരു സ്കൂപ്പ്. സോ ഇതെല്ലാം ഏകദേശം ഒരു 25-30 grams ആയിരിക്കും. അത്ര എടുത്താൽ. പിന്നെ പരിപ്പുകളൊക്കെ നമ്മൾ കടലപ്പരിപ്പ്, പീസ് പരിപ്പ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്കൂപ്പ് കൂട്ടാം, അത്രയും ടേസ്റ്റ് കൂടും. ഓക്കെ. പിന്നെ അടുത്തത് സവോളയും ഇഞ്ചി. ഈ ഇഞ്ചി നിറച്ചിടുക ചെറുതായിട്ട് അരിഞ്ഞ്. അപ്പോൾ നമ്മുടെ ഈ ഡൈജഷനൊക്കെ നന്നായിട്ട് നടക്കും, ഗ്യാസ് വരില്ല, വയറ്റിന് നല്ല സുഖമായിരിക്കും. ഇഞ്ചി കൂടുതൽ ഇടുക. എത്ര പീസ് ഇട്ടാലും അത് ടേസ്റ്റിനൊന്നും വ്യത്യാസം വരും. ഇത് അമ്മ ഇതൊക്കെ ഹെൽത്തി സാധനം നോക്കിയാണ് എടുക്കുന്നത് ആണല്ലോ, ഓരോ ഫുഡും ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിനൊക്കെ ഒരുപാട് ഹിഡൻ ബെനിഫിറ്റ്സ് ഉണ്ട്, സയൻസ് പ്രൂവ് ചെയ്ത്. ഫോർ എക്സാമ്പിൾ അതറിയില്ല, ഫോർ എക്സാമ്പിൾ ഈ ജിഞ്ചർ ഉണ്ടല്ലോ, ബോഡിയിലെ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മസിൽ പെയിനും മസിലേക്കും അതൊക്കെ കുറയും. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ നല്ലതാണ്. ഇതില് പറഞ്ഞ പോലെ ഇൻഫർമേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യും. പിന്നെ ഗ്യാസിന്റെ പ്രശ്നമേ ഉണ്ടാവില്ല. നമ്മൾ വയറ് ഒരുപാട് എന്താ പറയുക ബൊമ്മന്നിരിക്കുമ്പോൾ ഇഞ്ചി ഒരു ഇച്ചിരി ഉപ്പും ഒരു കുരുമുളകും വെച്ച് കവിച്ച് അതിന്റെ ജ്യൂസ് ഇറക്കിയാൽ മതി, അപ്പൊ തന്നെ ഏമ്പക്കം വിടും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ആരോ ഗ്യാസ് വിടുന്ന സ്മെല്ല് വരുന്നത്. അത് നീ തന്നെയാ. പട്ടി, പൂച്ച, താറാവ്, ആട്, കോഴി, മാക്കറി, പാറ്റ, പഴുതാര, ഇതൊക്കെയാണ് ഇവന്റെ ഭക്ഷണം. അപ്പൊ പറ, നിങ്ങൾ ആരാ ഗ്യാസ്? അതൊന്നും ഗ്യാസ് ഇല്ല, അതൊക്കെ പണ്ടൊട്ടേ മനുഷ്യന്മാര് കഴിക്കുന്ന സാധനം. ഇതൊക്കെയാണ് ഇപ്പത്തെ മോഡേൺ മനുഷ്യന്മാര് കഴിക്കുന്നത്. ഇത് അമ്മുമ്മയുടെ അമ്മുമ്മ ഒന്നുമല്ല. അമ്മയ്ക്കറിയോ, ഇതൊക്കെ ഈ കൃഷിയൊക്കെ വന്നതുണ്ടല്ലോ, ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കൃഷി വന്നത് മനുഷ്യരുടെ ഇടയിൽ. മനസ്സിലായോ? ഏർലി മാൻ ഒക്കെ ഇല്ലേ, പണ്ടത്തെ മനുഷ്യർ, അന്നൊക്കെ അവര് ഹണ്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് കിട്ടിയാലും കഴിക്കുക. അതാണ് മനുഷ്യർക്ക് ശരിക്കും കഴിക്കേണ്ടത്. ഇതൊന്നും അല്ല. ഇത് ഈ ഇതല്ല, അതൊക്കെ പോട്ടെ. പിന്നെ അപ്പൊ ഇതങ്ങനെ. അപ്പൊ പരിപ്പുകളെല്ലാം പ്ലസ് ഇത്, പിന്നെ ഇത് മല്ലിയിലയും കരിവേപ്പിലയും കൂടെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക, മിക്സ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ പരിപ്പുകളെല്ലാം വെള്ളത്തിൽ കുതിരാൻ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 40-45 മിനിറ്റ്സ് മതി. അങ്ങനെ ഇട്ടിരിക്കുകയാണ് ഞാനിത്. എല്ലാ പരിപ്പും അത്ര ഓരോ സ്പൂൺ വെച്ചിട്ടിട്ട് ഇത് നോക്കി ദൂരാന്ന്. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഇപ്പൊ ഇടില്ല. ഇനി ഇതെല്ലാം അരക്കണം. ഇതെല്ലാം കൂടെ ഇപ്പൊ കുതിർന്നു. ഞാനൊരു 6 മണി 6:30 ആയപ്പോ ഇട്ടതാണ്. ഇപ്പൊ മണി ഏകദേശം 8 മണിയായി. ഉള്ളു കുതിർന്നോണ്ട് ദൂഷ്യമില്ല. ഇനി ഞാൻ ഇതെല്ലാം അരയ്ക്കും. ഈ പരിപ്പുകളെല്ലാം അരച്ച് ഇത് അരച്ച് എല്ലാം കൂടെ ഒരുമിച്ച് അരയ്ക്കും. ഇത് കുറച്ചിടുക, പിന്നെ ഇത് കുറച്ചിടുക, അങ്ങനെ മാറി മാറി മിക്സിയിൽ ഇത് ഫുള്ള് അരയ്ക്കും ഞാൻ. അതിന്റെ കൂടെ നമുക്ക് ഇതിനിപ്പോ എരിവില്ലല്ലോ, എരിവിന്റെ ഒന്നുമില്ല. അപ്പൊ ആവശ്യത്തിന് നമ്മള് മുളക് പൊടി ചേർക്കാം. പച്ചമുളക് വേണ്ട, വെളുത്തുള്ളിയും വേണ്ട. വെളുത്തുള്ളി ഗ്യാസിന് നല്ലതാണ്. ചെയ്യുമ്പോ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് ചെയ്ത് വെച്ചിട്ടായിരിക്കും, ഓൾറെഡി ചെയ്ത് വെച്ചോ? ഇല്ല. അപ്പൊ ചെയ്യുമ്പോ പറയാം, കൺഫ്യൂഷൻ ആവും എല്ലാവർക്കും. ഞാൻ അരയ്ക്കാൻ പോവാം. ഏതു ഒരു ബനാന എടുത്ത് കഴിക്ക്. എന്നാ അമ്മൂമ്മ ഇപ്പൊ ദോശ ഉണ്ടാക്കും, അത് കഴിക്ക്. അമ്മൂമ്മമാരെ അതൊക്കെ ഹെൽത്തിയാന്ന്. എന്താ ഫുള്ളാണോ വയറ്? ഇനിയിപ്പോ ഇത് അരക്കേണ്ടത് ഇതിലെല്ലാ പരിപ്പുകളും ഉണ്ട്, കണ്ട അരി സകല സാധനം ഉണ്ട്. ഇത് കുറച്ചിടുക. ഇത് മാത്രം ജസ്റ്റ് ഒന്ന് അര, കാരണം ഇതൊക്കെ വേഗം അരയും. ഇതിന് ഇത്തിരി ടൈം എടുത്തു. ഇത്ര അരയില്ലേ. ഇനിയിപ്പോ അതിന്റെ കൂടെ കുറച്ചിങ്ങനെ മിക്സ് സവോള ഇഞ്ചിയും കൂടി ഉള്ളത് ഇടുക. ഉപ്പൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ ഇടുന്നത് അത്രേ ഉള്ളൂ. ഇതിന്റെ കൂടെ നമുക്ക് എരിവ് വേണ്ട. ഇത് പിരിയമുളകാണ്, അതാണ് എരിവ് കുറവാ. കളർ മാത്രം. കളർ മാത്രം. ഇതിപ്പോ ഒരു സ്പൂൺ. ഇനി ഇതിപ്പോ മുഴുക്കരക്കണ്ടേ, അതിലൊക്കെ ഇടണ്ടേ, അതാണ് ഇതിലിപ്പോ ഒരു സ്പൂൺ ഇട്ടു. അപ്പൊ ഇനിയിപ്പോ ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഈ വെള്ളം തന്നെ ഒഴിക്കും. നല്ല 3-4 പ്രാവശ്യം കഴുകിയുള്ള വെള്ളം. ഇതിന്റെ ജ്യൂസൊക്കെ ഇതിലുണ്ടല്ലോ, കളയണ്ട. റവയില്ലേ, നമ്മുടെ കേസരിയൊക്കെ ഉണ്ടാക്കുന്ന റവയുടെ പരുവാണ് ഇത്. നല്ല സ്മൂത്ത് ഇതല്ല, എന്താ പറയാ, സ്മൂത്ത് പേസ്റ്റ് അല്ല. ഇത്രയും മതി. അതുപോലെ ഇത് മുഴുക്ക ഇങ്ങനെ മിക്സ് ചെയ്ത് അരച്ചു വെക്കാം. എത്ര ദിവസം ഫ്രിഡ്ജിലിരിക്കും?
ഇത് ഒരാഴ്ചക്കുള്ളൊക്കെ ഇരിക്കും, ചീത്തയാവില്ല. ഏറ്റവും കുറച്ചിട്ടതാ. ഇനിയിപ്പോ ഞാൻ ഇത് കുറച്ചിടാതെ ബാക്കി വെച്ചിട്ടുണ്ട്, കാരണം എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരിപ്പുവട പോലെ കടിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഇത് ചുമ്മാ അത് ഇഷ്ടമുള്ളവർ ഇട്ടാ മതി കേട്ടോ. പല്ലു വേണ്ട പക്ഷേ എനിക്കാ അല്ല കടിക്കാൻ ആർക്കാണെങ്കിലും. ആർക്കാ പല്ലില്ലാത്ത? ആർക്കെങ്കിലും കാണില്ല, എല്ലാവർക്കും പല്ലുണ്ട്. പക്ഷെ ഉണ്ടല്ലോ അമ്മയുടെ മുഖം ആക്ച്വലി ഇങ്ങനെ സാഗ് അത്രയും ചെയ്യാതൊക്കെ ഇരിക്കുന്നത് മറ്റേ അപ്പുറത്തെ ക്ലിനിക്കിൽ പോയി ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്യുന്നോണ്ടല്ലേ? സത്യം പറ, ഞാൻ അറിയാതെ പോവാറില്ലേ? എന്ത് വേണമെങ്കിൽ നീ പറഞ്ഞു, ഞാൻ ഇതിൽ കൂടെ കെട്ടി. ഞാൻ കണ്ടല്ലോ അമ്മ മറ്റേ റോമയുടെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. എന്നാ കൊറേ ഇപ്പൊ വാ പോവാം, ചോദിക്കാം വാ. തൊട്ടപ്പുറത്തല്ലേ, നമുക്ക് അപ്പണിയൊന്നുമില്ല. ഓക്കെ, അങ്ങനെയൊന്നും ഞാൻ കാശ് കളയില്ല. അപ്പൊ ഇത് മുടുക്ക എടുത്തിട്ടു. ഇത് അരച്ചില്ല അല്ലേ? ഇത് അരച്ച ടേസ്റ്റ് വേറെ ആയിപ്പോ. അപ്പൊ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വെള്ളം ഒരിക്കലും കൂടരുത്, ഇങ്ങനെ ഇരിക്കണം. ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഭയങ്കര കട്ടിയായിരിക്കണം. എന്നാൽ തീരെ കട്ടിയ ആവാനും പാടില്ല. ഇങ്ങനെ ദോശമാവ് പോലെ ഒന്നല്ല, അതിലൊക്കെ നല്ല തിക്നെസ് ആയിരിക്കും. എന്നിട്ട് ഇത് കഴുകിയൊക്കെ വെച്ചതാണ്, ചുമ്മാ പിടിഞ്ഞ് ഇതിലിട്ടു. ഇത് ശരിക്കും മറ്റേ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്നതിന് മാത്രം, ടേസ്റ്റേ കാണില്ല. ഇതിനൊന്ന് കഴിച്ചു നോക്ക്. ഇതിന് ആക്ച്വലി ഇതിന് ദോശ എന്നല്ല പറയാ, പോറ്റി അട എന്ന് പറയാം. തമിഴരുടെ മെയിൻ ഡിഷായത്. മൈസൂർ, മദ്രാസ്, കോയമ്പത്തൂരൊക്കെ നീ പോറ്റിയട ചോദിക്കുക ഏതെങ്കിലും ഹോട്ടലിൽ പോയി. പക്ഷെ ഇത്രയൊന്നും ഭംഗിയായിട്ടൊന്നും അവർ ചെയ്യൂല. പക്ഷെ ഇതാണ് പോറ്റിയട. ചിലവര് എന്താ അടദോശ എന്ന് പറയും. ഇതിന് അപ്പ പറയുന്നത് എന്താണെന്നറിയോ? എരുമദോശ. കാരണം എരുമയ്ക്ക് വെള്ളം കൊടുക്കുമ്പോ ആ പൊടി ഈ പൊടി, പിണ്ണാക്ക്, തേങ്ങ പിണ്ണാക്ക്, എള്ളും പിണ്ണാക്ക്, ഇങ്ങനെ കുറെ ഇടൂലേ. അതുപോലെ ഇതില് കുറെ സാധനങ്ങൾ ഇടുന്നു. ഇതെന്താ എരുമദോശയാണോ? ടേസ്റ്റും കൂടെ കാണില്ല, അതായിരിക്കും. ഇഷ്ടമായിരുന്നോ? പിന്നെ അപ്പൊ പറയും ആ എരുമദോശ ഉണ്ടാക്കുന്നു. എല്ലാവർക്കും ഇപ്പൊ കഴിച്ചിട്ടുള്ളവരൊക്കെ പറയും നല്ല ടേസ്റ്റ് ആണ്, ഭയങ്കര ഫ്ലേവറാ ഇതിന്. അത് ഈ മല്ലിയില പ്ലസ് കായപ്പൊടി. കായപ്പൊടിയും വയറ്റിന് എത്ര പിള്ളേർ വയറിളകി വയറ്റിളക്കം പിടിച്ച് ഛർദ്ദിച്ച് കിടക്കുമ്പോൾ ഈ കായപ്പൊടി ചൂടുവെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തേനും പിള്ളേർക്ക് വേണ്ടി തേനും കൂടെ ചേർത്ത് കഴിച്ച് അപ്പം നിൽക്കും വയറ്റിളക്കം. അപ്പം ഇതൊക്കെ എല്ലാത്തിനും അസിഡിറ്റിക്കൊക്കെ നല്ലതാണ്. അപ്പം ഇത് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ഇത് ഞാൻ നല്ല ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും. ഇതൊരു ടേബിൾ സ്പൂണാണ്, നല്ല ഹീപ്പായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇടും. അത് പോരാ, എന്നാലും എൻ്റെ അളവിന് ഞാൻ കുറച്ചും കൂടി ഇടും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പിട്ടായിരുന്നോ? ഇല്ല. ഉപ്പ് ഇടുന്നതിന് ഒരു സ്പെഷ്യൽ പരിപാടിയുണ്ട്, പറയുന്നത് ഇളക്കട്ടെ. നമ്മൾ ദോശക്കല്ലിൽ ഇത് റെഡിയാക്കി വെച്ചു. ദോശ പോലെ തന്നെ ഇത് തവി കൊണ്ട് ചെയ്യാം. അത് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. ഇത് ഒഴിക്കുമ്പോ തന്നെ നീ ഗേറ്റിൽ നിന്ന് നോക്കുക, അതിന്റെ മണം അപ്പൊ തന്നെ അറിയാം വരുന്നുണ്ട് ഇല്ലേ? ആ കായപ്പൊടിയും മല്ലിയിലയാണ് ഇതിന്റെ ഏറ്റവും ഫ്ലേവർ. ശരിക്കും ബ്രാഹ്മിൻ ഹോട്ടലിലൊക്കെ ഒരു മണം പോലെ വരുന്നത്. എന്നിട്ട് നീ വലിയ അടുത്തൊരു പറഞ്ഞല്ലോ, ഞാൻ മണത്തിനല്ലല്ലോ പറഞ്ഞ, ടേസ്റ്റും ഒന്നും കൊള്ളില്ലെന്ന് പറഞ്ഞ. ടേസ്റ്റ് എന്ത് സൂപ്പർ. ഇപ്പൊ ഇതില് എല്ലാരും പറയും ഇത് തമിഴരൊക്കെ ആണെങ്കിൽ അവർ കഴിച്ചിട്ടുണ്ടാവും. എത്ര ദോശ വേണം, എത്ര പേർക്ക് വേണം. ഇപ്പൊ ഞാൻ 2 തവി എടുത്തു. അത് ചിലപ്പോൾ ഒരു വലുതാണെങ്കിൽ ഒരു ദോശ, ചെറുതാണെങ്കിൽ ഒരു ദോശ. എന്നിട്ട് അതിൽ മാത്രം ഉപ്പിടുക. ഇത് നമ്മൾ അപ്പം അരച്ച് അപ്പ കഴിക്കണം. ഇത് പുളിച്ചാ കൊള്ളൂല, പുളിക്കാൻ പാടില്ല. ഉപ്പിടുന്നില്ല, ഉപ്പിടുമ്പോ പുളിക്കും. അതുകൊണ്ടാണ് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് അതിൽ ഉപ്പിടുക. നാളെ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ അവർക്ക് വേണമെങ്കിൽ കുറച്ചെടുത്ത് വീണ്ടും ഉപ്പിടുക. അപ്പൊ ഇതിലും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. തൊട്ടുമൊക്കെ അറിയാം, ഭയങ്കര ചൂടടിക്കും. ഇത് ഒഴിക്കുന്നതിന് മുമ്പ് നല്ല ചൂടാവണം. എന്നിട്ട് ഇത് സിമ്മാക്കുക. എണ്ണ വേണ്ട? എണ്ണ പറഞ്ഞുതരാം, നീ വെപ്രാളം കാണിക്കില്ല. ഒട്ടും നോൺ സ്റ്റിക്ക് അല്ലേ? ഇതിപ്പോ ഇത് മുഴുക്ക ഞാൻ ഇടാം. എത്ര സാധനങ്ങളാണ്. ഒരെണ്ണം കഴിച്ചാൽ മതി, ഒന്നും കഴിക്കും. ഇതിൻ്റെ കൂടെ ഒരു കോള കുടിക്കുന്നുണ്ട്, ദൂഷ്യമൊന്നുമില്ല. അത് പറ്റില്ല, അത് ന്യായീകരിക്കാൻ എന്തായാലും പറ്റില്ല. പരത്തി 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 തിന്നാവും തോറും നല്ല ക്രിസ്പി ആവണം ഇത്. ഇതിൽ 2-3 അവിടെ ഇവിടെ ഓട്ട ഉണ്ടാക്കാം. എണ്ണ അകത്ത് ഇറങ്ങാൻ വേണ്ടി. ഇതിന് യൂസ് ചെയ്യേണ്ട എണ്ണ നല്ലെണ്ണ മാത്രമേ യൂസ് ചെയ്യാവൂ.
വെളിച്ചെണ്ണ മറ്റേ എന്താണ് റിഫൈൻഡ് ഓയിൽ ഒന്നും യൂസ് ചെയ്താൽ ടേസ്റ്റ് പോകും. പക്ഷെ നല്ലെണ്ണ ഇഷ്ടമല്ലാത്തവർ കാണും. എനിക്കും ഇഷ്ടമല്ല നല്ലെണ്ണ. പക്ഷെ ഇത് ഒഴിച്ച് ഇതിലോട്ട് വരുമ്പോൾ ഇത് നല്ലെണ്ണയാണോ വെളിച്ചെണ്ണയാണോ ഒന്നും നമ്മൾ അറിയില്ല. ഇതിന്റെ എന്തോ എണ്ണ ഒഴിച്ചാലും അതിന്റെ ഫ്ലേവർ വരില്ല. പക്ഷെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ലെണ്ണ തന്നെ കഴിക്കണം. അപ്പൊ ഇതിങ്ങനെ ഓരോ കുഴിയിലും ഇച്ചിരി നല്ലെണ്ണ ശരീരത്തിന് നല്ലതല്ലേ. ജിഞ്ചലി ഓയിൽ നല്ല കോക്കനട്ടാ നല്ലത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അധികമൊന്നും ഇല്ലല്ലോ. അല്ല നല്ലെണ്ണയാണ് ശരിക്കും നല്ലത്. പണ്ടുള്ളവരൊക്കെ ഒറിജിനൽ നല്ലെണ്ണയാണ് കഴിക്കുക. നല്ലെണ്ണ അമ്മയൊക്കെ രാവിലെ എഴുന്നേറ്റ് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കുടിക്കും വെറുതെ. ഇത് ഇനി ഇങ്ങനെ കിടന്ന് സ്റ്റൗ ഫുള്ളും സിമ്മോ ആക്കി സ്ലോ ഹീറ്റേ പാടുള്ളൂ. കാരണം ഇതെല്ലാം വേകാനുള്ള ഒന്നും വെന്തിട്ടില്ലല്ലോ. അപ്പൊ ഏകദേശം എത്ര ടൈം എടുക്കും? ഒരു 10 മിനിറ്റ് വേണം. 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇതിനെ മറിച്ചിടാം. എന്തൊരു വെയിറ്റ് അല്ല ഇത്. പക്ഷെ വണ്ണം വെക്കും കേട്ടോ ഇത് കഴിച്ചാ. വണ്ണമില്ലാത്തവർക്ക് ഹെൽത്തിയാണ്. വണ്ണം ഉള്ളവർക്കും കഴിക്കാം. പക്ഷെ പറയാം കുറച്ച് റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണമെങ്കിൽ ഇത് കഴിച്ചാൽ നല്ലതാ. ഹെൽത്തി ആൻഡ് റിച്ച്. ബിരിയാണി കഴിക്കണമെന്നില്ല. ബിരിയാണി ഇതൊന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് എന്ത് ബെറ്ററാ? അതാ ഞാൻ പറഞ്ഞ ബിരിയാണി ഇപ്പൊ ഇടിയപ്പം ആണെങ്കിൽ അതിന് ബീഫ് കറി, ചിക്കൻ കറി, പുട്ട്, എല്ലാത്തിനും ദോശ, ഇഡ്ഡലി ഇതെല്ലാത്തിനും കാട്ടി ഇത് ഒരെണ്ണം കഴിച്ചാൽ അന്നത്തെ ദിവസം മലമ്പാമ്പ് വിഴുങ്ങിയ പോലെ ഇങ്ങനെ ഇരിക്കാം. ടേസ്റ്റിയാണ്. ഇതിനിങ്ങനെ 5 മിനിറ്റ് കിടക്കണം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇനി ഇച്ചിരി കൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് താത്ത കഴിച്ചിരുന്ന എങ്ങനെയാണെന്നറിയോ? ഇത് തന്നെ ഇപ്പൊ നീ പറഞ്ഞില്ല എന്തൊരു ഹെവിയാ. ഇതേപോലെ ഉണ്ടാക്കും ആച്ചി. അത് ആ താത്തക്ക് 2 ദിവസം ഒരിക്കലും ഉണ്ടായിരുന്നു, തേഴ്സ്ഡേയും സാറ്റർഡേ. ആ 2 ദിവസം താത്ത നോൺ വെജ് ഒന്നും കഴിക്കില്ല. താത്തക്ക് മാത്രം സ്പെഷ്യൽ എന്താണ്. അപ്പൊ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് താത്തയുടെ ഇതാ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇതൊന്നല്ല, ഇതുപോലെ ഇപ്പൊ ഞാൻ എല്ലാത്തിനും ഇട്ടില്ല ഇല. അത്രയും ഇല ഈ ഒറ്റ ദോശക്ക് ഈ ദോശ ഒഴിച്ച ശേഷം ആച്ചി ഇങ്ങനെ ഇടും. മേളിലിട്ടിട്ട് അതിന്റെ പുറത്ത് കുറച്ച് മാവും കൂടെ ഇങ്ങനെ ഇടും. അപ്പൊ എല്ലാം കൂടെ ഈ ഹെവിയാ. പക്ഷെ അതിന്റെ ടേസ്റ്റ് കാണും. കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ ഒളിച്ചിരുന്ന് ഞങ്ങൾക്കൊന്നും അത് തരില്ല. കാരണം ഞങ്ങൾ ഇത് കഴിച്ച പിന്നെ ഒന്നും കഴിക്കൂലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും തരില്ല. എന്നിട്ട് ഞങ്ങൾ അമ്മയുടെ നിന്ന് അവിടെ ആക്ഷൻ കാണിക്കും. അപ്പൊ ഇച്ചിരി വെച്ചായിരുന്നു. പക്ഷെ പപ്പയ്ക്ക് അറിയാം ഞങ്ങളൊക്കെ പുറകെ ക്യൂ ആന്നുള്ളത്. പപ്പ എന്ത് ചെയ്യും, പാവം 3/4 കഴിച്ചിട്ട് ബാക്കി ഭാഗം അവിടെ വയ്ക്കും. എന്നിട്ട് ഞങ്ങളെ വിളിക്കും. ഓരോരുത്തരെ വിളിച്ചിട്ട് ഷെയർ ചെയ്ത് ഒരു കൊച്ചു കഷ്ണം തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് തരും. ഇത്ര ഹെവിയാ, തടിയൻ ദോശയാ. പിന്നെ താത്തയും ഒരിക്കലും വെറുതെ ഇരിക്കൂലല്ലോ, എന്നെ പോലെ തന്നെയാ. അപ്പൊ അതുകൊണ്ട് താത്ത ഇത് ജയിച്ചോളൂ. ഇനി ഇതിങ്ങനെ കിടന്ന് നല്ല മൊരിയട്ടെ, ക്രിസ്പി ആവണം. ഇത് മെയിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടരുത്. വെള്ളം കൂടി അത് ബ്ലബ്ലാന്നായിപ്പോ ബ്ലബ്ല. അപ്പൊ അത് കാരണം ഞാൻ കാണിച്ച ആ കട്ടി തന്നെ കിട്ടണം. കായപ്പൊടി എത്ര ഇട്ടോളൂ അത്രയും നല്ലതാണ്. മല്ലിയില, ഉപ്പ് സെപ്പറേറ്റ് ഉപ്പ് എടുക്കുക ആവശ്യമുള്ളത്. ഇതുപോലെ ഇപ്പൊ ഞാൻ ഇത്ര ഇനിയിപ്പോ ഫ്രിഡ്ജിൽ വെക്കും. അതിലിടാൻ പാടില്ല. ഇട്ട് അത് വെള്ളമായിപ്പോ വാട്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ദോശയുടെ പരുവായിപ്പോ. ഒഴിച്ചു കഴിക്കാൻ റെഡി. അപ്പോൾ ഇതിന് നമുക്ക് കോമ്പിനേഷൻ വേണമെന്നുള്ളവർക്ക് ഇതിൽ പക്ഷെ എരിവുണ്ട്, സ്മെല്ലുണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ ബീഫ് ഫ്രൈ വെക്കാം. പറ്റില്ല. കോമ്പിനേഷൻ ഇതിന് ഏറ്റവും ഉത്തമം വെളുത്തുള്ളി ചമ്മന്തി എന്ന് പറയാം. തേങ്ങയും വെളുത്തുള്ളിയും ചുമന്ന മുളകും മാത്രം ഇട്ട് കട്ട ചമ്മന്തി. അതാണ് ശരിക്കും ഇതിന്റെ കോമ്പിനേഷൻ. അപ്പൊ ഞാനിവിടെ തേങ്ങയുടെ പരിപാടി ഇല്ലാത്ത കാരണം ഞാൻ എന്ത് ചെയ്യും, ശർക്കരപ്പാവ് ഒഴിച്ചിട്ട് പഞ്ചസാരക്കാരും കഴിക്കും. പഞ്ചസാര കൂട്ടി കഴിക്കാം, എന്ത് കൂട്ടിയും കഴിക്കാം. പക്ഷെ അവരുടെ ഇഷ്ടം പോലെ. ഇതിൽ പറയുന്ന പോലെ അവനെ പോലെ ഉള്ളവർക്ക് ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റും കറിയും നീ കഴിക്കൂല, എന്നാലും അത് സെപ്പറേറ്റ് കഴിക്കും. അപ്പൊ അതാണ് ഇതിന്റെ പേര്. ടേസ്റ്റ് നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടല്ലോ എനിക്ക് എന്താ. ഓക്കെ, ഇതിന് പുതിയ പേരിടാം നമുക്ക്. ഇപ്പൊ പോറ്റിയടാന്നൊന്നും വേണ്ട, അത് പഴയതല്ലേ. അപ്പൊ ഇത് അമ്മാസടാ അങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങൾ കേട്ടോ. അമ്മാസ് സ്പെഷ്യൽ അട. ഓക്കെ, സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യുക. ഭയങ്കര ഹെൽത്തിയാണ്. വളരെ എന്താ പറയുന്നത്, വീട്ടിൽ എല്ലാ പ്യുവർ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അമ്മ റെഗുലർലി വർഷം ഇതൊക്കെ എനിക്ക് തോന്നുന്നു മേ ബി ഒരു 60-70 ഇയേഴ്സിന്റെ റെസിപ്പിയാണ്. സോ ഡെഫിനറ്റ്ലി യു ട്രൈ ദിസ് ആൻഡ് ലെറ്റ് us know. സോ ഇനി ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഹെൽത്തി അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ നല്ല വ്ളോഗ്സ് ആയിട്ട് വരുന്നതായിരിക്കും. സോ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. കഴിച്ചു നോക്ക്. ആലും ഒന്ന് കഴിച്ചു നോക്ക്. ഞാൻ കഴിച്ചാൽ ഞാൻ പിന്നെ നല്ല പറയുള്ളൂ. വേറെ ആരെങ്കിലും കഴിച്ചാലേ അറിയത്തുള്ളൂ. അടിപൊളിയാ. ഓംലെറ്റിന്റെ ഒക്കെ മണം മല്ലിയിലേക്ക് ഇട്ടില്ലേ, വെറുതെ കഴിക്കാം.
അടിപൊളി. ഒന്നും കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഫോർമാലിറ്റി ഒന്നും വേണ്ട. നോക്കട്ടെ. സംഭവമാ അടിപൊളിയാ. പറയില്ല അടിപൊളിയാന്ന് അതീ പറഞ്ഞു.